ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ഇത് നമ്മൾ ഒരു ഡിന്നർ പ്രിപ്പറേഷൻ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക, ഡിന്നർ റൂട്ടീനാണ്, ഈവനിങ് റൂട്ടീൻ. ഓക്കെ, ഡിന്നർ റൂട്ടീൻ അല്ല, ഈവനിങ് റൂട്ടീനാണ്. അപ്പം നമ്മൾ ഡിന്നറിന് പാസ്തയാണ് തയ്യാറാക്കിയത്. പാസ്തയുടെ റെസിപ്പീസൊക്കെ ഞാൻ അതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. എന്നാലും ഇത് നമ്മളൊരു എന്താ പറയുക, ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പാസ്തയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അത് നോർമലി നമ്മൾ എടുക്കുന്ന പാസ്തയല്ല, ഇതൊരു മില്ലറ്റ് പാസ്ത വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ അതായിരുന്നു രാത്രി ഡിന്നറിന് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് സാധാരണ ഞാൻ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് തയ്യാറാക്കിയത്. വേറെ എക്സ്ട്രാ സംഭവങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടൊന്നുമില്ല. പിന്നെ ഇത് നമുക്ക് പാക്കറ്റായിട്ട് കിട്ടുമ്പോൾ ഇതിനൊരു ടേസ്റ്റ് മേക്കറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മാഗിയൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമല്ലോ, അതിന് പകരം ഈ ഒരു മില്ലറ്റിൻ്റെ പാസ്ത വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ ടേസ്റ്റ് മേക്കറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടി ഹെൽത്തിയാണ്. പിന്നെ എൻ്റെ ബാക്കിൽ എൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിക്രം എവിടെ പോയപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത് ട്രൈ ചെയ്യാനായിട്ട് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല, നല്ല നല്ല തന്നെയും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. നമ്മൾ സാധാരണ പാസ്തയുടെ ആ ഒരു ഇതൊക്കെ തന്നെ. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പാക്കറ്റിൽ നിന്ന് കിട്ടിയപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെ പൊടിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സോ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു കാര്യം, നമുക്ക് ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാസ്തയുടെ റെസിപ്പിയാണ്. അതും മില്ലറ്റിൻ്റെയാണ്. ആൻഡ് വാട്ട്, അപ്പോൾ ഞാനിവിടെ സാധാരണ എടുക്കുന്ന എന്താ പറയുക, വെജിറ്റബിൾസൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ. അതായത് ക്യാപ്സിക്കം, ഒനിയൻ, പിന്നെന്താ ടൊമാറ്റോ, മഷ്റൂം, പിന്നെ ഗാർലിക്, ഇത്രയും സംഭവങ്ങളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്താ പറയുക, ചീസ് വേണം. പിന്നെ നമ്മൾ സാധാരണ ഹെർബ്സ്, അതായത് ഒറിഗാനോ അല്ലെങ്കിൽ ഇറ്റാലിയൻ ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, മിക്സഡ് ആയിട്ടുള്ള ഹെർബ്സ് കിട്ടും, അത് യൂസ് ചെയ്യാം. പിന്നെന്താ ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടായിരുന്നില്ല, അത് യൂസ് ചെയ്യാം. പിന്നെ പെപ്പർ പൗഡർ, ഞാനിതിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ യൂഷ്വലി തയ്യാറാക്കുന്ന കൂട്ടം ആ ഒരു രീതി തന്നെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ മഷ്റൂം, ഞാൻ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഭാഗം ഉണ്ടല്ലോ, ഒരു ഇങ്ങനെ തണ്ട് പോലെ നിൽക്കുന്ന, അത് ഞാനിങ്ങനെ അതെടുത്ത് കളയും. എനിക്കത് അത്ര താല്പര്യമില്ല, അതുകൊണ്ട് ഞാനത് ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉപയോഗിക്കാറ്. പിന്നെ നമുക്കിതിൽ വേറെ വെജിറ്റബിൾസൊക്കെ ചേർക്കാമല്ലോ, അതായത് ഇപ്പോൾ എന്താ പറയുക, ക്യാരറ്റ് ചേർക്കാം, ബീൻസ് ചേർക്കാം, ബ്രൊക്കോളി ചേർക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കാം. പനീർ ചേർക്കാം. ഓക്കെ, നമ്മുടെ ഐഡിയ വെച്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എല്ലാവർക്കും, പിന്നെ ഈ പാസ്ത തന്നെ ഇതിപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് കുറച്ച് മസാല ചേർത്തിട്ടാണ്. മസാല തന്നെ വേറെ ഒന്നുമില്ല, മുളക് പൊടിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്, മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ നമുക്കിപ്പോൾ വൈറ്റ് സോസ് പാസ്തയിൽ അങ്ങനെ തയ്യാറാക്കാം, അല്ലെങ്കിൽ റെഡ് സോസ് പാസ്ത അങ്ങനെയൊക്കെ തയ്യാറാക്കാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഒരു എന്താ എന്താ പറയുക, ഇതൊരു മില്ലറ്റ് ആയതുകൊണ്ട് ഇനി ഞാൻ ടേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല രീതിയിൽ ചെയ്തതാണ്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരോ കാര്യങ്ങളിങ്ങനെ ചെയ്യുകയാണേ. നമ്മൾ ഓരോ വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇതിൽ നമ്മൾ ബട്ടറും കുറച്ച് ഓയിലും അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ചീസ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്ലൈസ് ചീസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, മസാല ചീസ് യൂസ് ചെയ്യാം, എന്താ പറയുക, ഷെഡാർ ചീസ് യൂസ് ചെയ്യാം. അതായത് കുറച്ച് ഇങ്ങനെ എന്താ പറയുക, നൂല് പോലെ വരുന്ന ടൈപ്പായിട്ടുള്ള ചീസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. എനിക്കതിഷ്ടം പേഴ്സണലി, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. നിങ്ങൾക്ക് ഏതാ താല്പര്യം യൂസ് ചെയ്യാം കേട്ടോ. ചീസ് തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് എന്താ പറയുക ചീസസ് ഉണ്ട്. സോ വാട്ട് യു ലൈക്ക് യു ക്യാൻ യൂസ് ഇറ്റ്. ഓക്കെ, പിന്നെന്താ വേറെ, അപ്പോൾ ഇതിപ്പോൾ ക്യാപ്സിക്കം ഞാൻ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ക്യാപ്സിക്കം 3 കളേഴ്സൊക്കെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, ഇവിടെയാണെങ്കിൽ അനുവിന് ക്യാപ്സിക്കം ഇഷ്ടമല്ല, അവൻ ആ ക്യാപ്സിക്കം ഇങ്ങനെ പറക്കിയിടും. അതിപ്പോൾ അജു അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്, എനിക്കത് ഓർമ്മയില്ല. ക്യാപ്സിക്കം അവനും പറക്കിയിടുന്ന ഒരു ടൈപ്പാണ്. അധികം വെജിറ്റബിൾസ്, അതായത് ഈ ക്യാപ്സിക്കം കേട്ടോ, വേറെ ഒന്നുമില്ല. ക്യാരറ്റൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സവോളയും തക്കാളിയും ക്യാപ്സിക്കും അതുപോലെ മഷ്റൂമാണ് നമ്മൾ വെജിറ്റബിളായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഗാർലിക്. ഓക്കെ,
സോ ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന പാസ്ത, മില്ലറ്റ് പാസ്ത. ഇത് ഇൻസ്റ്റൻറ്റ് സ്പ്രോട്ടഡ് മില്ലറ്റ് പാസ്തയാണ്. ഇതിൻ്റെ മെയിനായിട്ട് ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് ജോവർ ഫ്ലോറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇവർ. പിന്നെന്താ, അതിൽ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ പ്രൈസ്, സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, അതിൻ്റെ എത്ര മിനിറ്റ് എത്ര സമയം വേണം എന്നുള്ളതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ ടേസ്റ്റ് മേക്കർ ഉണ്ട്. നമ്മൾ സാധാരണ മാഗിയൊക്കെ വാങ്ങിക്കില്ലേ, മാഗി ഇപ്പി അത് വാങ്ങിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ടേസ്റ്റ് മേക്കർ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അതിൽ. പക്ഷേ ആക്ച്വലി ഞാൻ ആ ടേസ്റ്റ് മേക്കർ യൂസ് ചെയ്തിട്ടില്ല. കാരണം എനിക്കത് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അത് വെച്ച് തയ്യാറാക്കി നോക്കിയില്ല, അതൊരു കാര്യം. ഞാൻ ടേസ്റ്റ് മേക്കർ യൂസ് ചെയ്തില്ല എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ആ മസാലയുടെ സ്മെല്ല് എനിക്ക് ഒരു നന്നായിട്ട് ചാട്ട് മസാലയുടെ ഒക്കെ ഒരു സ്മെല്ല് ഭയങ്കരമായിട്ട് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന പോലൊക്കെ തോന്നി. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു എന്താ പറയുക, ആ മസാല ഞാൻ യൂസ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ മസാല ഇല്ലാതെ ആണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ സാധാരണ തയ്യാറാക്കുന്ന പോലെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് നമുക്കിത് എങ്ങനെ വേണമെങ്കിൽ തയ്യാറാക്കാം. അപ്പോൾ വേണമെങ്കിൽ എന്താ പറയുക, വൈറ്റ് സോസ് പാസ്തയായിട്ട് അങ്ങനെ തയ്യാറാക്കാം, റെഡ് സോസ് പാസ്ത അങ്ങനെ തയ്യാറാക്കാം, എങ്ങനെ വേണമെങ്കിൽ തയ്യാറാക്കാം. ഞാനിപ്പോൾ ഒരു എന്തൊരു കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട്, അതായത് മസാലപ്പൊടി എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. മുളക് പൊടി ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെന്താ കുറച്ച് ഒറിഗാനോ, പിന്നെ ചില്ലി ഫ്ലേക്സ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇത് ഇത്രയും സംഭവങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പാസ്ത തയ്യാറാക്കണത്. പിന്നെ ചീസ് നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് തയ്യാറാക്കുന്നത് ബട്ടറിലാണ്. ബട്ടറും ഓയിലും കൂടി ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. പിന്നെ വെജിറ്റബിൾസ് ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ബ്രൊക്കോളി എടുക്കാം, ക്യാരറ്റ് എടുക്കാം, പിന്നെന്താ പനീറോ ബീൻസോ അങ്ങനത്തെ നിങ്ങൾക്ക് നമ്മുടെ ഐഡിയ വെച്ച് നമുക്ക് തയ്യാറാക്കാവുന്നൊരു പാസ്ത ആണ്. ഓക്കെ, പിന്നെ ഞാൻ പാസ്ത തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു ഇംഗ്ലീഷ് ചാനൽ കണ്ടതാണ്. അപ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പാസ്ത തയ്യാറാക്കുമ്പോൾ നോർമലി നമ്മൾ പാസ്ത തയ്യാറാക്കുമ്പോൾ ഞാനൊക്കെ ആദ്യം അങ്ങനെ ചെയ്തിരുന്നത്, അതായത് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കും. നമ്മൾ നോർമലി പാസ്ത തയ്യാറാക്കുന്ന കാര്യം കേട്ടോ ഞാൻ ഈ പറഞ്ഞ ഒരു ടിപ്പ് ഞങ്ങൾക്ക് പറഞ്ഞു തരാണ്. അപ്പോൾ നോർമലി നമ്മൾ വെള്ളം തിളപ്പിച്ച്, കുറച്ചധികം വെള്ളമാണല്ലോ നമ്മൾ യൂസ് ചെയ്യുക പാസ്തയ്ക്ക്. ഇപ്പോൾ മാഗി ഇപ്പിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കറക്റ്റ് അളവ് എടുത്തിട്ടാണ് നമ്മൾ, അതായത് ഇപ്പോൾ മാഗി ഇപ്പിയൊക്കെ ആണെങ്കിൽ വെള്ളം വറ്റിച്ചെടുക്കും നമ്മൾ. ഇപ്പോൾ 2 പാക്ക് എടുക്കുകയാണെങ്കിൽ അത് എന്താ പറയുക, ഒരു 1.5 കപ്പ് 2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ വെള്ളം വറ്റിച്ച് അങ്ങനെയാണ് നമ്മൾ മാഗി ഇപ്പിയൊക്കെ തയ്യാറാക്കുക. അപ്പോൾ ഞാൻ ഈ പാസ്ത തയ്യാറാക്കിയിരിക്കുന്നത്, നോർമലി നമ്മളൊരു പാസ്ത തയ്യാറാക്കുമല്ലോ അതേപോലെ തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. വെള്ളം കൂടുതൽ വെച്ച് തിളപ്പിച്ചിട്ട് പാസ്ത ഇട്ട് ഊറ്റിയെടുക്കുന്ന രീതിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതായത് സാധാരണ ഇപ്പോൾ ഞാൻ ചെയ്യാറുള്ളത്, നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കണം, വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുമല്ലോ പാസ്തയ്ക്ക്, എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ടിട്ട് നമ്മൾ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട്, അതായത് ഒട്ടാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടി നമ്മൾ നോക്കാറുണ്ട് അല്ലേ. പാസ്ത ഒട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപ്പ് ഇട്ടിട്ട് ഓയിലും കൂടി ചേർത്തിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് പാസ്ത ഇട്ടിട്ട് വേവിച്ചെടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഇംഗ്ലീഷ് ചാനൽ കണ്ടതാണ്, അവർ പറയുന്നത് ഓയിൽ ചേർക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, വെള്ളം നന്നായി തിളപ്പിക്കുക, ഉപ്പിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കുക. പാസ്ത ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക, അതായത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇളക്കാന്ന് വെച്ചാൽ മിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കുക. മനസ്സിലായി? അപ്പോൾ നന്നായിട്ട് വെള്ളം തിളയ്ക്കണം. നന്നായി വെള്ളം തിളച്ചതിന് ശേഷം വേണം പാസ്ത ഇട്ട് കൊടുക്കുക. പാസ്ത ഇട്ട വശം തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മളതിൻ്റെ പരുവം നോക്കുക, അതായത് പാസ്തയുടെ ഒരു വേവിൻ്റെ പരുവുണ്ടല്ലോ അത് നോക്കാം. നമുക്കൊരു ഒരെണ്ണം എടുത്ത് കഴിഞ്ഞ് നൈഫ് കൊണ്ടൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കട്ടായി എന്താ പറയുക, ഒന്ന് സോഫ്റ്റായിട്ട് കട്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് കുക്കായി എന്ന് വളർത്താം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്ട്രെയിനറിൽ സ്ട്രെയിൻ ചെയ്തെടുക്കും അല്ലേ. സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ ടാപ്പ് വെള്ളം അല്ലെങ്കിൽ വേറെ വെള്ളം നമ്മൾ ഈ പാസ്തയ്ക്കോട് നമ്മൾ ചിലവർ ചെയ്ത് കൊടുക്കാറുണ്ട്, ഞാനും ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, കുറച്ച് ഈ സ്ട്രെയിൻ ചെയ്തെടുത്ത വശം തന്നെ നമ്മൾ കുറച്ച് ഓയിലൊന്ന് തൂവി കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അത്ര മതി, അത് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇത് ഞാനൊരു ഇംഗ്ലീഷ് ചാനൽ കണ്ടപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഞാനത് പറഞ്ഞു തന്നതാണ്, നിങ്ങളിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇതായിരുന്നു കേട്ടോ പാസ്തയുടെ ടേസ്റ്റ് മേക്കർ. ഞാനിത് യൂസ് ചെയ്തില്ല. ഇതിപ്പോൾ നമ്മളൊരു ഫ്യൂഷൻ രീതിയിലാണ് തയ്യാറാക്കുക. ഞാനിവിടെ സ്ഥിരം തയ്യാറാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യം ബട്ടർ ചേർത്തു, അതുപോലെ തന്നെ ഓയിൽ ഒഴിച്ചു. ബട്ടർ എന്താ പറയുക, ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓയിൽ ആണ് ഒഴിച്ചത്, സൺഫ്ലവർ ഓയിലല്ലേ. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, ഈ രണ്ട് ഓയിൽ ഏതെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. അത് വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. ഓക്കെ. പിന്നെ അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഗാർലിക്ക ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഒരു ഫ്ലേവർ പിടിക്കാനായിട്ട്. പിന്നെ നമ്മൾ സവോള, മഷ്റൂം, ക്യാപ്സിക്കം, തക്കാളി ഒക്കെ ഇട്ടൊന്ന് വഴറ്റുക. അതായത് വഴണ്ട് വരണ്ട, അതായത് നന്നായിട്ട് എന്താ പറയുക, മസാല ഭയങ്കരമായിട്ട് ഓവർ അങ്ങനെയൊന്നും ആവേണ്ട കാര്യം. ജസ്റ്റ് ഒന്ന് ആടിയാൽ മതി ഇതിൻ്റെ വെജിറ്റബിൾസൊക്കെ. ഓക്കെ. എന്നിട്ട് നമ്മൾ അതിലേക്ക് മസാലകൾ ചേർക്കുകയാണ്. അതായത് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒറിഗാനോ. പിന്നെ ഞാൻ എൻ്റെ ഒരു ചില്ലി ഫ്ലേക്സ് ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ ഞാൻ അതായിരിക്കും എന്താ മുളക് പൊടിക്ക് പകരം ചിലപ്പോൾ ചില്ലി ഫ്ലേക്സ് ആയിരിക്കും ചേർക്കുക. അതോ എൻ്റെ ആ സമയത്ത് അതുപോലെ ചേർക്കുന്നുണ്ടാകും. കുറച്ച് സ്പൈസി ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി ഞാൻ മുളക് പൊടി ചേർക്കുന്നത്. പിന്നെ ഉപ്പ് ഇടുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി പാസ്ത ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടർ അത് ഉപ്പുള്ള വെണ്ണയാണെങ്കിൽ, പിന്നെ ചീസും നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപ്പിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ചേർക്കണം, കൂടുതൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പം കുറേശ്ശെ, അതായത് നമ്മൾ ഉപ്പില്ലാത്ത വെണ്ണയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചീസിൽ ഉപ്പ് ഉണ്ട്, അതുപോലെ പാസ്ത നമ്മൾ ഉപ്പിട്ട് വേവിക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ അത് പ്രത്യേക ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. പിന്നെ പിന്നെ ഇതിലേക്ക് നമ്മൾ ഞാനിവിടെ സ്ലൈസ് ചീസ് എടുത്തിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊസല്ല ചീസ് എടുക്കാം, ഷെഡാർ ചീസ് എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ടൈപ്പ് ഓഫ് ചീസസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വാട്ട് യു ലൈക്ക്. ഓക്കെ. അപ്പോൾ എനിക്ക് കൂടുതലും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ചീസാണ്, അതായത് കുറച്ചിങ്ങനെ എന്താ പറയുക, മെൽറ്റഡ് ആവുന്ന രീതിയിലുള്ള ചീസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതാണ് ഞാനിവിടെ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ ചീസാണ്. എനിക്ക് അമൂലിൻ്റെ ചീസ് ഉണ്ടല്ലോ, അത് കുറച്ച് കട്ടിയാണ്. അത് മെൽറ്റ് ആവില്ല എന്നല്ല, കുറച്ച് ഒന്നിട്ട് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ അതൊന്ന് മെൽറ്റ് ആയിക്കോളും. ഈ മിൽക്കി മിസ്റ്റിൻ്റെ അതുപോലെ തന്നെ ബ്രിട്ടാനിയയുടെ ചീസ് എന്ന് പറയുമ്പോൾ ഇടുമ്പോഴേക്കും അതൊന്ന് നന്നായിട്ട് മെൽറ്റ് ആവും. ഓക്കെ. അപ്പം ഞാൻ കൂടുതലും അങ്ങനെ പെട്ടെന്ന് പണി കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ മിൽക്കി മിസ്റ്റിൻ്റെ അതുപോലെ തന്നെ ബ്രിട്ടാനിയയുടെയാണ് യൂസ് ചെയ്യാറ്. അമുലിൻ ഞാൻ യൂസ് ചെയ്യാറുണ്ടില്ല എന്നല്ല ഞാൻ പറയണത്. അപ്പോൾ കുറച്ച് നേരം നമ്മളൊന്ന് മിക്സ് ആക്കിയാലേ അത് മെൽറ്റായി വരുള്ളൂ എന്ന് മാത്രം. ഓക്കെ. പിന്നെന്താ, അപ്പം നല്ലൊരു പിന്നെ നമ്മൾ മസാലയൊക്കെ വഴറ്റിയതിന് ശേഷം നമ്മൾ ചീസ് ചേർത്തിട്ട് അതിൻ്റെ ഒരു ക്രീമി ടെക്സ്ചർ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് പാസ്ത ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ മസാല ഫ്യൂഷൻ, ഇതൊരു ഫ്യൂഷൻ ടൈപ്പ് ഓഫ് പാസ്തയുടെ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വൈറ്റ് സോസ് പാസ്തയിൽ തയ്യാറാക്കാം, റെഡ് സോസ് പാസ്തയിൽ തയ്യാറാക്കാം. റെഡ് സോസ് പാസ്ത എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അതിനോട് അത്ര താല്പര്യമില്ല. വൈറ്റ് സോസ് എനിക്ക് ഇഷ്ടമാണ്, അത് കുറച്ച് ക്രീമിയാണ്, കുറച്ച് ചീസിയാണ്, നല്ല എനിക്കിഷ്ടം അതാണ് കൂടുതലും. പക്ഷേ റെഡ് സോസ് പാസ്ത എന്ന് പറയുന്നത് അത് കുറച്ച് എനിക്ക് അത് കൂടുതലും ടൊമാറ്റോയുടെ ആ ഒരു ഫ്ലേവർ, അതിൻ്റെ ആ പുളിപ്പാണ് കൂടുതലും എനിക്ക് അത്ര താല്പര്യമില്ലാത്ത സംഭവം. ഞാനിവിടെ അധികം അത് തയ്യാറാക്കലില്ല. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ പാസ്തയുടെ റെസിപ്പീസൊക്കെ ഇതിന് മുന്നേ നമ്മളെന്താ പറയുക, നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം പാസ്തയ്ക്ക് മുന്നേ ഇപ്പോൾ തുടക്കത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ. അല്ലാതെ നമ്മൾ വ്ളോഗിൽ തന്നെ മുന്നത്തെ വ്ളോഗ്സിലൊക്കെ നമ്മൾ ഇതുപോലെ പാസ്ത ഒക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിന് പ്രധാനം എന്ന് പറയുന്നത്, ഇതിൽ ആ ഒരു മില്ലറ്റ് വെച്ചിട്ടുള്ള പാസ്ത കൊണ്ട് തയ്യാറാക്കുന്ന ആ ഒരു ഇത് മാത്രമേ ഞാനിതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഡിന്നറിന് ഇതായിരുന്നു, അതിനൊക്കെ ഷെയർ ചെയ്ത് തന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതാ നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പാസ്ത റെസിപ്പീസുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുക, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ നമുക്കും ഇതുപോലെ ഒരു നേരം ഇങ്ങനത്തെ പാസ്ത റെസിപ്പി എന്താ പറയുക, സാധാരണ ചപ്പാത്തി ഇതൊക്കെ കഴിക്കുന്നതിനേക്കാളും വിട്ടിട്ട് നമ്മളിതുപോലെ പാസ്തയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ഒരു പ്രാവശ്യമൊക്കെ എന്താ പറയുക, മെനുവിൽ ഒരു പ്രാവശ്യമൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ.
പിന്നെന്താ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ മില്ലറ്റ് വെച്ചിട്ടുള്ള ഈ ഒരു പാസ്ത കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ടേസ്റ്റ് മേക്കർ യൂസ് ചെയ്തില്ല. ഉം, ഞാനിത് ഈ സ്പൈസി ഈ ഒരു മെത്തേഡ് അതായത് ഈ ഈ രീതിയിൽ തയ്യാറാക്കിയത് മില്ലറ്റ് ആയതുകൊണ്ട് ഇനി അതിൻ്റെ ടേസ്റ്റ് കുറവാണെങ്കിൽ ലോ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കാം എന്ന് കരുതിയത്. അപ്പോൾ സംഭവം കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ പാസ് തയ്യാറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതാം. ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് എന്താ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ തീർന്നു. ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനിയും നല്ല നല്ല വീഡിയോസിനായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.